ഡാനി പോൾ കൂടി ചേരുന്നുണ്ട്. ഡാനി, നമുക്കറിയാമല്ലോ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ലത്തീൻ സഭയടക്കം സ്വീകരിച്ച നിലപാടുകളുണ്ട്. സഭയിൽപ്പെട്ട ആളുകൾക്ക് കൂടുതൽ പരിഗണന നൽകണം എന്നതൊക്കെ. കഴിഞ്ഞ മേയർ തെരഞ്ഞെടുപ്പിന് ശേഷം മേയറായി നിശ്ചയിക്കപ്പെട്ടതടക്കം സഭയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് എന്ന കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നതുമാണ്. അവിടെയാണ് കത്തോലിക്ക സഭ ഇപ്പോൾ ഇടതുവിന് അനുകൂലമാകുന്ന സമീപനം സ്വീകരിക്കുന്നു. ലത്തീൻ സഭയെ അനുനയിപ്പിക്കാനുള്ള ചില നീക്കങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സംബന്ധിച്ചിടത്തോളം ഈ സഭയും വോട്ടുകളും ഒക്കെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് ഈ കത്തോലിക്ക സഭയുടെ ഈ നീക്കം അത് കോൺഗ്രസിനെ വെട്ടിലാക്കുന്നത്? ഒപ്പം ലത്തീൻ സഭയുടെ സമ്മർദ്ദം നിലനിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അത് കോംപ്രമൈസ് ചെയ്യാനുള്ള ടോക്കുകൾ നടക്കുന്നു എന്ന വിവരം കൂടി പുറത്തു വരുമ്പോഴാണല്ലോ ഇത് കൂടി ചേർത്ത് വെക്കേണ്ടതായി വരുന്നത്. അഭിലാഷ്, കാലങ്ങളായി കരുതപ്പെടുന്ന ഒരു വിശ്വാസം എന്ന് പറയുന്നത് കത്തോലിക്ക സഭാ വിശ്വാസികൾ അല്ലെങ്കിൽ സഭയോട് അടുത്ത് നിൽക്കുന്നവരുടെ എല്ലാം തന്നെ വോട്ട് അത് പൊതുവായും ചെന്നെത്തുന്നത് UDFിലേക്കാണ്, അല്ലെങ്കിൽ കോൺഗ്രസിലേക്കാണ് ചെന്നെത്തുന്നത്. ബഹുഭൂരിപക്ഷം എന്ന രീതിയിലുള്ള ഒരു ചിന്താഗതിയായിട്ടാണ് മുന്നോട്ട് പോയിരുന്നത്. ആ ഒരു വിശ്വാസം എപ്പോഴും തന്നെ UDFിന്, പ്രത്യേകിച്ച് കോൺഗ്രസിന് തന്നെ ഉണ്ടായിരുന്നു. തങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല എങ്കിൽ കൂടി ഇവർ തങ്ങൾക്കൊപ്പം തന്നെയാണ്. ഇതൊരു വിശ്വാസി സമൂഹം അങ്ങനെ പോകുന്നത്. ആ വിശ്വാസം അത് കോൺഗ്രസ് എന്ന് പറയുന്ന ആ ഒരു ഐഡിയോളജിയിലേക്കോ അല്ലെങ്കിൽ നേതാക്കളിലേക്കോ എല്ലാം തന്നെ ആ ഒരു വിശ്വാസം ഞങ്ങളിലും രൂഢമൂലമാകുന്നുണ്ട് എന്ന രീതിയിൽ തന്നെ എല്ലാം തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ നാളുകളായിട്ട് അതിന് കുറേയെല്ലാം തന്നെ ശോഷണം സംഭവിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് തുടർച്ചയായിട്ട് ഇടത് സർക്കാരെല്ലാം തന്നെ തുടർച്ചയായിട്ട് അധികാരത്തിലേക്കെല്ലാം തന്നെ വരുമ്പോൾ അതിൽ കൃത്യമായ രീതിയിലുള്ള ഒരു ചോർച്ചയുണ്ടാകുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം. അത് കാര്യമായിട്ട് തന്നെ അത് പല മേഖലകളിലും തന്നെ പ്രതിഫലിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതികരണങ്ങൾ തന്നെയാണ് ഇപ്പോൾ തന്നെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ബിഷപ്പുമാരുടെ പ്രതികരണത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് ഒരിക്കലും ഇടത് അവരുടെ സർക്കാരിനെ അടക്കം കുറ്റപ്പെടുത്തുന്നില്ല എന്നതാണ്. കാരണം തങ്ങളുടെ ഒരു ആവശ്യങ്ങളിൽ ചില കാര്യങ്ങളിലെല്ലാം തന്നെ വളരെ കൃത്യമായ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതെല്ലാം തന്നെ ഒരിടത്ത് പറഞ്ഞു വെക്കുമ്പോൾ മറ്റൊരിടത്ത് പറയുന്നത് പാലം വലിക്കുന്നവരെയല്ല, പാലങ്ങൾ പണിയുന്നവരെയാണ് നമ്മൾ ഓർക്കേണ്ടത് എന്ന് പറയുമ്പോൾ അതൊരു വികസനോന്മുഖമായ പ്രവർത്തനം നടത്തുന്ന രീതിയിൽ സർക്കാർ പല കാര്യങ്ങളും പറയുമ്പോൾ അതിനെ തന്നെയാണ് കൃത്യമായി അടിവരയിട്ടത് എന്നതാണ് ഇടത് കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഇത് കൃത്യമായൊരു സൂചന തന്നെയാണെന്ന് വിലയിരുത്തപ്പെടുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. ഇവിടെ എറണാകുളത്തേക്ക് വരുമ്പോൾ ലത്തീൻ സഭ എന്ന് പറയുന്നത് വളരെ പ്രബലമായ ഒരു വിഭാഗം തന്നെയാണ്. സഭയെ കുറേയെങ്കിലും തന്നെ കയ്യിലെടുത്തുകൊണ്ട് പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കൊച്ചി തുടർച്ചയായി ഇടത് മുന്നണി CPM തന്നെ പ്രത്യേകിച്ച് അവിടെ വിജയം നേടാൻ കൈവരിക്കുന്നതും എല്ലാം തന്നെ അതിനോട് ചേർത്ത് വായിക്കേണ്ടതെല്ലാം തന്നെയാണ്. അങ്ങനെ എറണാകുളത്തും അതോടൊപ്പം തന്നെ ചുറ്റുപാടും കിടക്കുന്ന വൈപ്പിൻ മുതലായ മേഖലകളിലും എല്ലാം തന്നെ കുറച്ച് മാറ്റ ചിന്തകളുണ്ട് എന്നത് തന്നെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. UDFിനെ വളരെയധികം ഇത് അങ്കലാപ്പിലാക്കുന്നുണ്ട്, കോൺഗ്രസിനെല്ലാം തന്നെ. കാരണം ഇത് ഏത് രീതിയിലാണ് ഇനി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്നതെല്ലാം തന്നെയാണ് ആലോചിക്കുന്നത്. ഈ സമയം അഭിലാഷ് ആലോചിക്കേണ്ടതാണ്. ഇതൊരു ലാസ്റ്റ് ലാപ്പിലേക്ക്, പ്രചാരണത്തിൻ്റെ ലാസ്റ്റ് ലാപ്പിലേക്ക് ചെല്ലുകയാണ്. ഇനിയൊരു 10 ദിവസം മാത്രം മുന്നിൽ കാണുന്നു എന്ന രീതിയിലേക്കെല്ലാം തന്നെ വരികയാണ്. ആ സമയത്താണ് ഇതുപോലെ സഭാ നേതൃത്വത്തിൽ നിന്ന് തന്നെ ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഒരു സൂചനാത്മകമായിട്ട് ഒരു ചൂണ്ടുപലകകളായിട്ടുള്ള രീതിയിലേക്കുള്ളൊരു പ്രതികരണങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത് എന്നത് തന്നെയാണ് നമ്മളിതിൽ ചേർത്ത് വായിക്കേണ്ടത്. ഏതായാലും ഇതിൽ കൃത്യമായ രീതിയിൽ ഇത് അഡ്രസ്സ് ചെയ്ത് പോകാൻ UDF തീരുമാനിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഒന്നുകൂടി പറയാം, ഇതിൽ BJP കാര്യമായ രീതിയിൽ, NDA കാര്യമായ രീതിയിൽ ക്രൈസ്തവ സഭയ്ക്കിടയിൽ വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെയുണ്ട്. കൂടുതൽ വോട്ട് ചേർത്ത് അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ നിന്ന് കൂടുതൽ ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് കൂടുതൽ സ്ഥാനങ്ങൾ നൽകുക, കൂടി ചേർത്ത് ക്രൈസ്തവ സഭയ്ക്കൊപ്പം നടക്കാൻ ശ്രമിക്കുകയും അങ്ങനെ കുറേയെങ്കിലും തങ്ങൾക്ക് സാധിക്കുന്നു എന്ന് എല്ലാം തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്ന ഈ സമയത്ത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി NDAക്കും ഒപ്പം ഈ ഘട്ടത്തിൽ നേരിടുന്നുണ്ട്. അത് വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്ന ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. സഭ പരസ്യമായിട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. കാരണം ഇത് തങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. തിരിച്ചടിയാവുന്ന രീതിയിലാണ് സഭയുടെ മറ്റേ ആതുര ശുശ്രൂഷ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും എല്ലാം തന്നെ മുന്നോട്ട് പോകുന്നതെല്ലാം ഇത്തരം സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ടാണ്. അപ്പോൾ അത് ഇല്ലാതാക്കുന്ന രീതിയിലേക്കെല്ലാമാണ് കാര്യങ്ങൾ വരുന്നത് എന്ന രീതിയിൽ തന്നെയാണ് സഭയുടെ നേതൃത്വത്തിൽ നിന്ന് പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ BJP
BJPയും സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിലേക്ക് തങ്ങൾക്ക് കടന്നു വരാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഒരു നിയമം അവർക്ക് തിരിച്ചടിയാകുന്നു. BJPക്കും ഈ കൃത്യമായ രീതിയിലൊരു ആഘാതം ഈ സമയത്ത് ഏൽക്കുന്നു എന്നതുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അഭിലാഷ്. യെസ്, അതാണ് തീർച്ചയായും 3 മുന്നണികളെയും സംബന്ധിച്ചിടത്തോളം ഈ വോട്ടുകൾ പ്രധാനപ്പെട്ടതാണ്. പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് കിരൺ ബാബു കൂടി ചേരുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.